ഓപ്പൺ അല്ലേ. അങ്ങനെ ഞങ്ങള് ചായയൊക്കെ കുടിച്ച് ഇനി ഞങ്ങള് വേങ്ങരയിലേക്ക് പോവാ. ഹായ് ഫ്രണ്ട്സ്, കുറച്ച് നാളായി ഞങ്ങള് വീഡിയോ വന്നിട്ട്. പനിയായിരുന്നു 2 ദിവസമായിട്ടൊക്കെ പനിയായിട്ട് വിറകലിച്ചൊക്കെ കിടക്കുമായിരുന്നു. കുഴപ്പമുണ്ട് ഇപ്പൊ, എന്നാലും ചെറിയൊരു തൊണ്ടകുത്തും ചുമയൊക്കെ ഉണ്ട്. പുറത്തേക്ക് പോകുന്നുണ്ട്. സർപ്രൈസ് ആയിട്ട് നമുക്ക് ഒരാളുണ്ട്. അത് ഓടെ അത്തായാണ് എന്റെ അമൂഷാക്ക. അപ്പം കുഞ്ഞിന് കുറവ് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, ചെറിയൊരു മാണ്ട് ഒക്കെ ഇരിപ്പുണ്ട്. അത് രാവിലെ തൊട്ട് ഉറക്കമായിരുന്നേ. രാവിലെ ഒരു 12 മണിയായപ്പോ ഉറങ്ങി. ഞാൻ മുമ്പേ ഇപ്പോഴൊരു 4 മണിയൊക്കെ ആയപ്പോഴായി എഴുന്നേറ്റെ. അപ്പൊ ഒന്ന് പുറത്ത് പോകുന്നതാണ്. അപ്പൊ പുറത്ത് ചായ കുടിച്ചൊക്കെ കഴിയുമ്പോൾ ഓരോച്ചിരി ഉന്മേഷമൊക്കെ ഉഷാറൊക്കെ ആവും. നമുക്കിനി പോ. അപ്പൊ ഇതാണ് ഇവിടെ അമൂഷാക്ക. എൻ്റെ പേര് മണ്ണുഷാരി എന്നാണ്. ലോകം അറിയപ്പെടുന്ന മണ്ണുഷാരി എന്നാണ്. ജനങ്ങളുടെ പേരാണ് മണ്ണുഷാരി. ഞാൻ എനിക്ക് പറമ്പിലൊക്കെ ഞാൻ മണ്ണെടുപ്പാണ് ജോലി. JCB ടിപ്പറും വാടകയ്ക്ക് വിളിച്ചുള്ള പണിയാണ് എൻ്റെ പണി. അപ്പൊ അങ്ങനെ വീണ പേരാണ് മണ്ണ്. അങ്ങനെ വന്ന പേരാണ് എനിക്ക് മണ്ണുഷാരി എന്ന് പേര് വന്നത്. കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ് ഇവിടെയുള്ള ജനങ്ങൾക്ക് മൊത്തം അറിയാനില്ല. ഈ പേര് പറയുമ്പോൾ എല്ലാവർക്കും എന്നെ അറിയാം. അപ്പം ആളെ പരിചയപ്പെട്ടല്ലോ. അപ്പൊ ഇനി ഞങ്ങള് പുറത്തോട്ട് പോവാ, ചായ കുടിക്കാൻ പോവാണ്. അപ്പം ആ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഞങ്ങൾ പോയിട്ട് വരാം. ഞങ്ങളപ്പോ വേങ്ങരയിലേക്ക് പോവാണ്. കുഞ്ഞ ഒരു ആയിട്ടെ. കുഞ്ഞാപ്പ് ഉറങ്ങി തൂങ്ങിയൊക്കെ ഇരിക്കുകയാണ്. അവനെ ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലും കൂടെ ഒന്ന് കാണിക്കാന്ന് വെച്ച്. അപ്പൊ ഇക്ക അതെ വണ്ടി ഓടിക്കുകയാണ്. അത്തയൊക്കെ ഫ്രണ്ടിലോട്ട് അവരെ കാണിച്ചു തരാവേ. ഫാൻസിക്ക വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു എസ് ഷേപ്പ് വളവുണ്ട്. വളവ് തിരിക്കുന്ന ഇതാണ്. ഇക്ക ഒരു ഹായ്. വളവാ ഹായ്. നമ്മള് ചായക്കട എത്താറായി. ഇവിടെ അടുത്ത് കൂരിയാടെന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് നമ്മൾ ചായ കുടിക്കണത്. ചായക്കട നോക്കാം. ചായക്കട എത്താറായി വരുന്നു. ഓപ്പൺ അല്ലേ ഇക്ക? കട ഓപ്പൺ അല്ലേ? നോക്കുന്നുണ്ട്. ഇവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളീന്റെ ഓപ്പോസിറ്റ് ആണ് ഇത്. ബാക്കിലായിട്ട് വയലുകളാ. വയലും ഈ ഭാഗത്തൊക്കെ അന്ന് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. എന്തുവാ മുളകൊക്കെ അടിച്ചു തോന്നില്ലേ? വെള്ളമില്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾ ചായക്കട വന്നപ്പോ ഭയങ്കര തിരക്കവിടെ. ഫാമിലി ആയിട്ടൊക്കെ ഫാമിലി ഉള്ളതുകൊണ്ടാ തിരക്കാ. അപ്പൊ ആണെങ്കിൽ ഇത് കഴിക്കാനുള്ള ഇതില്ല. അതുകൊണ്ട് വണ്ടി ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, കഴിച്ചിലായി. അത് ഇവിടുന്ന് ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ കുഞ്ഞാപ്പു ഇവിടെ എന്തുവാ ഫോണ് കണ്ട് ഉണ്ടംപൊരി അല്ല എന്തുവാ ഉഴുന്നൂടെ അല്ലല്ലോ, ഉഴുന്നൂടെയും പിന്നെ പക്കോടെ. ചായ ചുമ കപക്കെട്ടുണ്ട്. ചായ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ അങ്ങ് പുറത്തുനിന്ന് കുടിക്കത്തുള്ളൂ. വീട്ടിലൊക്കെ ആകുമ്പോൾ മറ്റേ കട്ടൻ ചായ കൂടുതൽ. പുറത്ത് പോകുമ്പോഴേക്ക് വല്ലപ്പോഴൊക്കെ ഈ പാൽച്ചായ കുടിക്കത്തുള്ളൂ. കാരണം അങ്ങ് ചുമയായാലും കുടിക്കുക. കുഞ്ഞാപ്പൂവിനൊരു ഊർജ്ജമില്ല. ഇനി ആശുപത്രിയിലൊന്ന് കാണിച്ചാൽ കൊള്ളാമെന്നാണ്. ചിലപ്പോൾ ആശുപത്രി കാണിക്കും. സേനയ്ക്കും വയ്യ. ഇല്ല, കുറവുണ്ടല്ലേ? നമ്മുടെ അത്ത ചായ അവിടെ പോയി ഇരിക്കട്ടെ. ചായക്കട മൂപ്പർക്ക് ഇങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ ഈ സൊറ പറഞ്ഞും വർത്താനം പറഞ്ഞ് ആൾക്കാരായിട്ടൊക്കെ ഇരുന്ന് അങ്ങനെ കുടിക്കുന്ന ഇഷ്ടം.
ഇവിടെ നല്ല വൈബാ കേട്ടോ. ഞാൻ കാണിച്ചു പുറത്തൊക്കെ പോയിരുന്ന ആ കടക്കകത്തിരുന്ന് ഇരിക്കുന്നതിനൊക്കെ ആളുകൾ ഞാൻ ഇരിക്കുന്നുണ്ട്. അവിടെ പോയിരുന്ന് പിടിക്കാനൊക്കെ നല്ല വൈബ്. അവിടെ ആ പാടത്തുള്ള ആ കാറ്റും അതൊക്കെ നല്ല വൈബല്ലേ. ഉണ്ടോ കുറേയൊക്കെ വെള്ളമാണ്. എന്താ ഭംഗി. അത്താ ചായ കുടിച്ചിട്ട് വന്നു. ഒരു ടാറ്റ കൊടുത്തേ. അവിടെ പോകുന്നു പറഞ്ഞില്ലേ. ഇവിടെ നിന്നൊക്കെ ചായ കഴിക്കാൻ നല്ല വൈബാണ് കേട്ടോ. ആള് പോരുന്ന ചായ കുടിക്കുന്നുണ്ടോ. ആറ് ശല്യം ഇല്ല. ആ പാടത്തു നിന്നുള്ള കാറ്റും ഒക്കെ നല്ല വൈബല്ലേ. നല്ല കാറ്റാണ് ഇവിടെ നിന്നുണ്ട് കേട്ടോ ചായയൊക്കെ കുടിക്കാനായിട്ട്. ഒരു ഹോട്ടലൊക്കെ ഉണ്ട് വയലോരം. ഇത് വേങ്ങര റോഡാണ് കേട്ടോ. നേരെ കാണുന്ന വേങ്ങര. ആ കാണുന്നത് ആ സ്കൂട്ടർ ഇറങ്ങിയ കാറ് വരുന്നുണ്ടല്ലോ അത് വേങ്ങര റോഡാണ്. ഇതിങ്ങനെ വന്നിട്ട് നേരെ കൂരിയാട് കക്കാട് റോഡ്. അതിനിടയ്ക്കായിട്ടാണ് നമ്മുടെ ഈ കട, ചായക്കട. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഇനി ഞങ്ങൾ വേങ്ങരയിലോട്ട് പോവാ. അപ്പോൾ കുഞ്ഞാപ്പൂന് ചെറിയ ക്ഷീണമുണ്ട്. ആശുപത്രി കാണിക്കണേക്കാം. ചായയൊക്കെ അപ്പം കുടിച്ച് അയാളെ ഓക്കെ ചെറുതായിട്ട് ഉഷാറൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒക്കെ പഴയ കുഞ്ഞം കൊണ്ട് വത്തക്ക മേടിക്കാൻ പോവാണ്. കുഞ്ഞാപ്പൂന് വത്തക്ക വേണമെന്ന് 2 ദിവസം കൊണ്ട് പറയുന്നു. കുഞ്ഞാ വത്തക്ക ഏതാ വേണ്ടേ? ഏത് വത്തക്ക വേണ്ടേ? എടുത്തോ. ആ അപ്പൊ ഇനി ഞങ്ങള് വീട്ടിലേക്ക് പോവാ. ചായ കുടിച്ച് ആശുപത്രി പോണമെന്നുണ്ടായിരുന്നു. അപ്പൊ പോണില്ല. വേറൊന്നുമല്ല, അവനിപ്പോ കുറവുണ്ട്. അവന് നല്ല കുറവുണ്ട്. പിന്നെ ഉറക്കത്തിന്റെ മൂശാട്ടയായിരുന്നു. അയാളെ പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ച്. അവന് ആപ്പിളും പിന്നെ വത്തക്ക ഇഷ്ടമാണ്. അതായിട്ട് വാങ്ങിച്ച് ഞങ്ങള് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനുഷ്ക മാസമായിട്ട് വണ്ടി ഓടിച്ച് കയറുകയാണ്. പിടിച്ചിരുന്നോ അയ്യോ അത് മതി തമാശ കളിക്കാതെ. വണ്ടി ഓടിച്ച് അവിടെ ഫ്രണ്ടിൽ വണ്ടിയൊന്നും ഇല്ലാത്തോണ്ടാണ് രാജാവ് പോണു. കാറ് അതെ ഞങ്ങളുടെ സ്വപ്ന വണ്ടി അല്ലേ. ഡാഡി ഡാഡി ഉറക്കുവാ. ഡാഡിക്ക് ചായ കുടിച്ചത് ഒത്തിട്ടില്ല. ഒരു ചായയും കൂടെ കുടിക്കണോന്നൊക്കെ പറയുന്നുണ്ട് വണ്ടിയിരുന്ന്. ആ ചായ ശരിയായില്ല. ആ ചായ ശരിയായില്ല. എന്നാ വീട്ടിൽ പോയി ഞാൻ ചായ ഇട്ട് തരാം. സ്ട്രോങ് ആയിട്ട് കട്ടൻ ചായ ഇട്ട് കൊടുക്കാം. അല്ല കട്ടൻ ചായ പറ്റൂലേ? ഇപ്പൊ ഞങ്ങൾ ചായയൊക്കെ കുടി കഴിഞ്ഞ് വന്നു. നേരെ വീട്ടിൽ വന്ന് കയറി ഒരു 10 മിനിറ്റായി. കുഞ്ഞങ്ങോ ഉറക്ക ക്ഷീണമോ ഉറങ്ങി. മരുന്ന് കൊടുത്ത് മരുന്ന് ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിക്കാനായത്. ഹോസ്പിറ്റലിൽ കാണിച്ചു കഴിഞ്ഞാൽ എന്തിനാ നമ്മുടെ ഇരിക്കുന്ന മരുന്ന് തന്നെ ആയിരിക്കും ഒരു എഴുതി തരുന്നത്. ഇങ്ങനെ ഇരിക്കുന്നത്. അത്തായിക്ക് ചായ മേടിച്ചു കൊടുത്തില്ല കേസ്. അതുകൊണ്ടാണ് കേട്ടോ. ചായ ഞങ്ങൾ ഒരെണ്ണം മേടിച്ചു കൊടുത്താൽ ഒരു ദിവസം വരെ 19 ചായ കുടിക്കും. ഞാൻ എപ്പോഴും പറയാം ചായ അങ്ങനെ കുടിക്കരുത്. കാര്യം ചായ നമുക്കങ്ങനെ 1-2 ചായ കുടിക്കുന്ന പോലെയല്ലല്ലോ. ഇത് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ചായ കുടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ചായ കുടി ആരോഗ്യത്തിന് ഹാനികരമാണ് അല്ലേ? അതെ, ചായ കുറച്ചിരിക്കുവാണ്. കുറച്ചിരിക്കുക ചുമ്മാ നമ്മളിങ്ങനെ പറഞ്ഞാലും മുമ്പിൽ പുറത്തു പോയി പിന്നെയും ചായ. പിന്നെ അതുപോലെ ഇച്ചിരി കൂടുതലാണ്. പിന്നെ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം.
പിന്നെ അങ്ങനെയൊക്കെ നല്ല തൊണ്ട കുത്തി ചുവയുണ്ട്. അപ്പോൾ ഞാൻ പത്തായം കൊണ്ട് പോയി ഇത് മറ്റേ ശർക്കര ഉണ്ടല്ലോ, ശർക്കര ഇവിടെ കൽക്കണ്ടല്ലോ, ഞാൻ ആദ്യം മേടിച്ച് മറ്റേ വെള്ള കൽക്കണ്ടം ഉണ്ടല്ലോ, അതാണ്. പത്ത പറഞ്ഞ അതല്ല, മറ്റേ ചുവന്ന കൽക്കണ്ട, അതാ ഒറിജിനൽ കൽക്കണ്ടെന്ന് പറഞ്ഞു. മറ്റേന്ന് പറഞ്ഞാൽ പഞ്ചസാര ചേർത്താന്തോ അങ്ങനെ കണ്ട് ഉണ്ടാക്കി വരുന്നത്. എന്തായാലും അത് മേടിച്ചിട്ട് വന്നു. അത് മേടിച്ച് അത് 100-ന് 10 രൂപ, 30 രൂപയ്ക്ക് മേടിച്ചു. 250 ഗ്രാം. അതിന് ഓരോ മുട്ടായി നിന്ന പോലെ കുറച്ച് കഫം അലിഞ്ഞു പോകാൻ വേണ്ടി. നല്ല തൊണ്ട കൊത്തി ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര വേദന. വോയിസിനകത്തൊരു അറിയാമല്ലോ, വോയിസിനകത്തൊരു ഇതുണ്ടല്ലോ, ഒച്ചടപ്പ് പോലും ഇല്ലേ. അത് വൈറൽ പനിയാണെന്നാ പറയുന്നത്. ഇത് മലപ്പുറത്തൊക്കെ ഉണ്ട്. 2-3 ദിവസമൊക്കെ എടുക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. കാര്യം ഡോക്ടർ പറഞ്ഞ ഗുളികയൊന്നും കഴിക്കണ്ട, പാരസിറ്റമോൾ മാത്രം കഴിച്ചാൽ കുറഞ്ഞോളൂന്ന് പറഞ്ഞത്. അതിപ്പം ഗുളിക കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും 3 ദിവസം കൊണ്ട് അത് മാറുമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. അങ്ങനെ അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ഈ കുഞ്ഞ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എങ്ങനെ ചെറുമോൾ പറ, സപ്പോർട്ട് ചെയ്യണം. അത്താ പറ, സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ഈ കുഞ്ഞു വ്ളോഗ് ഒന്ന് ഇഷ്ടപ്പെടുവാണ് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നത് വരെ ബൈ.